ബാലരാമപുരത്ത് 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. ദേവേന്ദുവിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞ് കൊന്നതിന് പിന്നിൽ അന്ധവിശ്വാസത്തിന്റെ സാധ്യതയും പോലീസ് പരിശോധിക്കുന്നു. കുടുംബത്തിന് ഉപദേശം നൽകിയ പൂജാരിയെ കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിച്ചു. കരിക്കകം സ്വദേശി പ്രദീപ് എന്ന ദേവിദാസ് കുഞ്ഞിന്റെ അമ്മ ശ്രീതുവിൽ നിന്ന് 30 ലക്ഷം രൂപ തട്ടിയെടുത്തതായും വിവരമുണ്ട്. പ്രതി ഹരികുമാറിന്റെയും കുട്ടിയുടെ അമ്മ ശ്രീതുവിന്റെയും ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ശ്രീതുവിന്റെ അച്ഛന്റെ മരണത്തിലും ദുരൂഹത ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി. വിവരങ്ങളുമായി റഹീസ് റഷീദ് ചേരുന്നു. റഹീസ് റഷീദ്, ഗുഡ് ഈവനിംഗ്. ശ്രീതുവിന്റെ കുഞ്ഞിന്റെ മരണത്തെ തുടർന്നുള്ള അന്വേഷണം അതിപ്പോൾ ഒരു സങ്കീർണതയിലേക്ക് എത്തുകയാണോ? വിശദമായ അന്വേഷണം 16 ദിവസം മുൻപ് മരിച്ച അച്ഛന്റെ മരണത്തിലടക്കം വേണമെന്ന ആവശ്യം നാട്ടുകാരൊക്കെ മുന്നോട്ട് വെക്കുന്നതിന്റെ പിന്നിലെന്താണ്? പൂജാരിയുടെ പങ്കാളിത്തം എന്താണ്? റഹീസ്, പോലീസിന്റെ മുമ്പിൽ സംശയമായി വരുന്ന എല്ലാ വഴികളും അന്വേഷിക്കുക എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൂജാരി കൂടിയായ ഒരാളെ ദേവിദാസൻ എന്ന പേരുള്ള കരിക്കകം സ്വദേശിയെ പോലീസ് വിളിച്ചുകൊണ്ട് വന്നത്. ഇതിനകത്ത് റൂറൽ SP രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു സാധ്യമായ അല്ലെങ്കിൽ സംശയമുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും എന്ന്. ഇന്ന് പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യം, ഇതിൽ കുട്ടിയുടെ അമ്മയായ ശ്രീതുവിനെ ഇന്നത്തെ ദിവസം ഈ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇന്നലെ വൈകുന്നേരം ചോദ്യം ചെയ്യലിന് ശേഷം അവരെ പൂജപ്പുര മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അവർ ഇതിൽ പ്രതിയാകുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം റൂറൽ SPയോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായോ DYSPയോ നൽകിയില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ രാവിലെ ഈ സ്റ്റേഷനിലേക്ക് ഈ ശ്രീതുവിൻ്റെ മൂത്ത മകളെ കൊണ്ടുവന്നിട്ടുണ്ട്, അമ്മയെ കൊണ്ടുവന്നിട്ട് ഭർത്താവ് ശ്രീജിത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രീജിത്തിൻ്റെ അച്ഛൻ ഇടയ്ക്ക് വന്നു പോയി. ഇതിനിടയിൽ ദേവിദാസിനെ കൊണ്ടുവന്നു, ദേവിദാസിൻ്റെ ഭാര്യയെ കൊണ്ടുവന്നു, അവരെ തിരിച്ചു കൊണ്ടുപോയി. ഇനി പോലീസ് ഇന്ന് നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കുന്നത് ശ്രീതുവുമായി ബന്ധപ്പെട്ട് മക്കൾക്ക്, അമ്മയ്ക്ക്, ഭർത്താവിൻ്റെ അച്ഛനൊക്കെ പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ കേട്ടതിന് ശേഷം, ശ്രീതുവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ പോലീസിന് തീർത്തതിന് ശേഷം ശ്രീതുവിനെ നാളെ വിളിച്ചു കൊണ്ടുവന്ന് കൂടുതൽ ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റ് വേണമെങ്കിൽ അറസ്റ്റ്, അതല്ല ചോദ്യം ചെയ്യൽ അവർ ഇന്നസെൻ്റ് ആണ് എന്ന് മനസ്സിലാക്കിയാൽ തിരിച്ചു വരിക എന്ന രീതിയാണ് പോലീസ് അവലംബിക്കുന്നത്. ഇനി അറിയാനുള്ളത് ഹരികുമാറിനെ എപ്പോൾ കോടതിയിൽ ഹാജരാക്കുമെന്നതാണ്. ഇന്നലെ വൈകുന്നേരം 6 മണിക്കാണ് നെയ്യാറ്റിൻകര DYSP ഷാജി ഹരികുമാറിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള വിവരം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ സമയം ഒരു 6 മണിയോ 7 മണിയോ മറ്റോ ആയിരിക്കണം. 24 മണിക്കൂറാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം പോലീസിനെ കോടതിയിൽ സമർപ്പിക്കാനുള്ള സമയം. അങ്ങനെയാണെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ കോടതിയിൽ സമർപ്പിക്കണം. നെയ്യാറ്റിൻകര അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതി 3-ൽ മുമ്പാകെയാണ് സമർപ്പിക്കുക. ഇപ്പോൾ എന്തായാലും കോടതിയിൽ സമർപ്പിക്കില്ല എന്ന കാര്യം ഏതാണ്ട് വ്യക്തമാണ്. കാരണം ഇവിടുന്ന് 8 കിലോമീറ്റർ ഉണ്ട് നെയ്യാറ്റിൻകരയ്ക്ക്. മെഡിക്കൽ എടുക്കണം, പിന്നീടായിരിക്കും കോടതിയിൽ എത്തുക. 5 മണിയാണ് കോടതി സമയമുള്ളത്. സ്വാഭാവികമായിട്ടും അന്വേഷണ സംഘം ഈ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കാനായിരിക്കും ശ്രമിക്കുക എന്നറിയുന്നു. തുടരുക. ഇതിനിടയിൽ പ്രധാനമായും കേൾക്കുന്ന പേര് ദേവിദാസ് എന്ന പൂജാരിയുടേതാണ്. 30 ലക്ഷം രൂപയും പൂജാരിയും ശ്രീതുവും കുഞ്ഞും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കണ്ണികൾ കോർത്തിണക്കുന്നത് പോലെ ഈ കേസ് നിൽക്കുകയാണ്. റഹീസിലേക്ക് ഞാൻ